Hi everyone, we are back in our spoken English class. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. ഈ ചന്ദ്രൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള ഒത്തിരി ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ റെഡിയാകാം. ഓക്കെ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂൺ ഇഡിയമാണ് ഓവർ ദ മൂൺ. ഓവർ ദ മൂൺ അതായത് ചന്ദ്രന്റെ മുകളില്. അപ്പൊ നമുക്ക് ചന്ദ്രന്റെ മുകളിലൊക്കെ പോകണമെങ്കിൽ എന്തായിരിക്കണം മനുഷ്യന്റെ അവസ്ഥ? അത്രക്ക് നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയം, അതായത് ഏറ്റവും കൂടുതൽ ഓവർ ജോയിഡ് ആയിട്ടുള്ള അവസ്ഥ, ടു ബി വെരി ഹാപ്പി, അതായത് ഒത്തിരി സന്തോഷം ഉണ്ടാകുക എന്ന രീതിയിലാണ് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്, ഓവർ ദ മൂൺ. ഓക്കെ, അപ്പൊ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് ഞാൻ എങ്ങനെ പറയും? ഐ വാസ് ഓവർ ദ മൂൺ വെൻ ഐ ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. ഐ വാസ് ഓവർ ദ മൂൺ വെൻ ഐ ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ ഓവർ ജോയിഡ് ആയത്, ഭയങ്കര സന്തോഷമായി. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. ലൈല വാസ് ഓവർ ദ മൂൺ വെൻ ഷി ഗോട്ട് പ്രൊമോട്ടഡ്. ഓക്കെ, ലൈല വാസ് ഓവർ ദ മൂൺ വെൻ ഷി ഗോട്ട് പ്രൊമോട്ടഡ്. ലൈലക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോഴേക്കും ലൈല മതിമറന്ന് സന്തോഷിച്ചു. ഓക്കെ, അതായത് ഓവർ ദ മൂൺ ആയിരുന്നു അല്ലെ, ഭയങ്കര സന്തോഷമായി ലൈലയ്ക്ക്. അപ്പൊ ഇതാണ്, ഈ രീതിയിൽ നമുക്ക് ഓവർ ദ മൂൺ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത ഒരു ഇഡിയമാണ് ആസ്ക് ഫോർ ദ മൂൺ. ആസ്ക് ഫോർ ദ മൂൺ. ഇപ്പൊ നമ്മള് സാധാരണ പറയാറുണ്ട് അമ്പിളിയമ്മാവനെ നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുക, അതായത് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ചോദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആസ്ക് ഫോർ ദ മൂൺ. അപ്പൊ നമുക്ക് നോക്കാം ആസ്ക് ഫോർ ദ മൂൺ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന്. ഐ ലൈക്ക് ടു ഗെറ്റ് എ കാർ ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ബട്ട് ഐ ഡോണ്ട് ആസ്ക് ഫോർ ദ മൂൺ. ഓക്കെ, അപ്പൊ എനിക്കൊരു കാറ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഈ അസാധ്യമായ കാര്യം ചോദിക്കുന്നില്ല. അതെനിക്ക് കാറ് കിട്ടൂലെന്ന് ഉറപ്പാണ്. അപ്പൊ അസാധ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. അതാണ് ഐ ലൈക്ക് ടു ഗെറ്റ് എ കാർ ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ബട്ട് ഐ ഡോണ്ട് ആസ്ക് ഫോർ ദ മൂൺ. അടുത്ത വേറൊരു എക്സ്പ്രഷൻ ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാല് വെരി റെയർലി, അതായത് ഭയങ്കര അപൂർവമായിട്ട്, അത്യപൂർവമായിട്ട് എന്നൊക്കെ പറയില്ല, അതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഒരു സെന്റൻസ് ആണ് ഷീ ലിവ്സ് ഫാർ അവേ. അവള് ഒത്തിരി അകലെയാണ് താമസിക്കുന്നത്. ഷീ ലിവ്സ് ഫാർ അവേ. ഐ സീ ഹെർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഷീ ലിവ്സ് ഫാർ അവേ, അവള് ഒത്തിരി ദൂരെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ കാണുന്നത് അപൂർവമായിട്ടാണ്. ഇനി അപൂർവമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഐ ഗോ ഫോർ മൂവി വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഐ ഗോ ഫോർ മൂവി വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാല് ഞാൻ സിനിമയ്ക്ക് പോകുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഞാൻ എപ്പോഴും ഒന്നും പോകാറില്ല, അപൂർവമായിട്ടേ പോകാറുള്ളൂ. ഐ ഗോ ഫോർ മൂവി വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വേറൊരു എക്സ്പ്രഷൻ ആണ് പ്രോമിസ് ദ മൂൺ. പ്രോമിസ് ദ മൂൺ, ചന്ദ്രന് തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് നമ്മൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, പക്ഷെ അത് പാലിക്കൂല അല്ലെ, വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു, അതിനാണ് പ്രോമിസ് ദ മൂൺ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് സെന്റൻസ് നോക്കാം. മൈ ഡാഡ് പ്രോമിസ്ഡ് ദ മൂൺ ബട്ട് ഹി നെവർ ഫുൾഫിൽഡ് ഹിസ് വേർഡ്. ഓക്കെ, മൈ ഡാഡ് പ്രോമിസ്ഡ് ദ മൂൺ ബട്ട് ഹി നെവർ ഫുൾഫിൽഡ് ഹിസ് വേർഡ്. എന്റെ അച്ഛൻ എനിക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ അത് അദ്ദേഹം ഒരിക്കലും നിറവേറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ വാഗ്ദാനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് ഒരു പ്രോമിസ് ആയിട്ട് പറയുന്നതാണ് ഇവിടെ പ്രോമിസ് ദ മൂൺ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദ ടീച്ചർ പ്രോമിസ്ഡ് ദ മൂൺ ടു ടേക്ക് ഹെർ സ്റ്റുഡൻസ് ടു സീ താജ്മഹൽ. ദ ടീച്ചർ പ്രോമിസ്ഡ് ദ മൂൺ ടു ടേക്ക് ഹെർ സ്റ്റുഡൻസ് ടു സീ താജ്മഹൽ. അപ്പൊ താജ്മഹൽ ഒത്തിരി ദൂരെയാണല്ലോ, അപ്പൊ താജ്മഹൽ കാണിക്കാം എന്നുള്ള വാഗ്ദാനം ടീച്ചർ കൊടുത്തിട്ട് അത് ടീച്ചർ ചെയ്തില്ല. ടീച്ചർ കുട്ടികളെ താജ്മഹൽ കാണിക്കാം എന്നുള്ള ഒരു മോഹന വാഗ്ദാനം നൽകി എന്നാണ് ഇതിന്റെ അർത്ഥം.
ഇനി വേറൊരു എക്സ്പ്രഷനാണ് റീച്ച് ഫോർ ദ മൂൺ. റീച്ച് ഫോർ ദ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കുന്നു, ഈ ചന്ദ്രനെ നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിലും ഉയരത്തിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എത്താനായിട്ട് സാധിക്കാത്ത, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ മാത്രമേ കിട്ടൂ എന്നുള്ള രീതിയിലുള്ള ഇതിനാണ് ഇവിടെ റീച്ച് ഫോർ ദ മൂൺ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസുകളൊക്കെ നോക്കാം. മൈ പാരന്റ്സ് ഓൾവേസ് ടോട്ട് മീ ടു റീച്ച് ഫോർ ദ മൂൺ. എന്റെ മാതാപിതാക്കൾ എന്നെ എപ്പോഴും പഠിപ്പിച്ചിരുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ഉയരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ റീച്ച് ഫോർ ദ മൂൺ, നമ്മൾക്ക് അതിന് വേണ്ടി അധ്വാനിക്കുക, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക, അതിനാണ് എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിരുന്നത്. ടു റീച്ച് ഫോർ ദ മൂൺ ഐ ഹാവ് ടു വർക്ക് ഡേ ആൻഡ് നൈറ്റ്. ടു റീച്ച് ഫോർ ദ മൂൺ ഐ ഹാവ് ടു വർക്ക് ഡേ ആൻഡ് നൈറ്റ്. അതായത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എനിക്ക് രാവും പകലും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. വേറൊരു ഇഡിയമാണ് മെനി മൂൺസ് എഗോ. മെനി മൂൺസ് എഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ലോങ് ടൈം എഗോ എന്നാണ്. അതായത് വളരെ പണ്ട്, ഒത്തിരി നാളുകൾക്ക് മുമ്പ് എന്നുള്ളൊരു അർത്ഥമാണ് മെനി മൂൺസ് എഗോ എന്ന എക്സ്പ്രഷനിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ പാരീസിൽ പോയി എന്നെങ്ങനെ പറയും? മെനി മൂൺസ് എഗോ ഐ വെന്റ് ടു പാരീസ്. മെനി മൂൺസ് എഗോ ഐ വെന്റ് ടു പാരീസ്. വളരെ നാളുകൾക്ക് മുമ്പ് സ്ത്രീകളെ അടിമകളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. എങ്ങനെ പറയും? മെനി മൂൺസ് എഗോ വിമൻ വേർ ട്രീറ്റഡ് ലൈക്ക് സ്ലേവ്സ്. മെനി മൂൺസ് എഗോ വിമൻ വേർ ട്രീറ്റഡ് ലൈക്ക് സ്ലേവ്സ്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ടു ബാർക്ക് അറ്റ് ദ മൂൺ. ടു ബാർക്ക് അറ്റ് ദ മൂൺ. ബാർക്ക് ചെയ്യുന്നത് ആരാണ്? നായ്ക്കളല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഡോഗ്സ് മൂണിനെ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ ബാർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് വല്ല ഫലം ഉണ്ടോ? അപ്പൊ ഫലമില്ല. അപ്പൊ അതുകൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുക, ഇതാണ് ഇവിടെ ടു ബാർക്ക് അറ്റ് ദ മൂൺ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. വൈ ഡു യു ബാർക്ക് അറ്റ് ദ മൂൺ ആസ് ഹി ഡസന്റ് പേ അറ്റൻഷൻ. അതായത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് വ്യർത്ഥമായിട്ട് ഇങ്ങനെ ഈ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വ്യർത്ഥമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈ ഡു യു ബാർക്ക് അറ്റ് ദ മൂൺ ആസ് ഹി ഡസന്റ് പേ അറ്റൻഷൻ. കമ്പനി അവളുടെ റിക്വസ്റ്റുകള് റിജക്റ്റ് ചെയ്തെങ്കിലും മായ അതിനുവേണ്ടി വ്യർത്ഥമായിട്ട് അപ്പീൽ ചെയ്തില്ല, വ്യർത്ഥമായിട്ട് അതിനുവേണ്ടി ഒന്നും യാചിച്ചില്ല. അപ്പൊ ഈ രീതിയിൽ പറയുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത്? ട്രൈ ചെയ്ത് നോക്കിയേ. മായ ഡിഡ് നോട്ട് ബാർക്ക് അറ്റ് ദ മൂൺ even if the company rejected her request. Maya did not bark at the moon even if the company rejected her request. Dark side of the moon. Dark side of the moon. ഓക്കെ, അപ്പൊ മൂണിന് ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് അല്ലേ? അപ്പൊ ആ സൈഡ് ആർക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നല്ല ഇല്യൂമിനേറ്റഡ് ആയിട്ടുള്ള സൈഡ് എല്ലാവരും കാണുന്നു അല്ലെ. അപ്പൊ ഡാർക്ക് സൈഡ് ഉദ്ദേശിക്കുന്നത് നിഗൂഢമായിട്ടുള്ള ഒരു വശം എന്നാണ്. അതായത് ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു കാര്യം, ആ ഒരു വശത്തിനെയാണ് നമ്മൾ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രഷൻ വെച്ചുകൊണ്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഐ വിഷ് ടു സീ ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ ആസ് ദ പ്രോബ്ലം ഗോസ് ഓൺ. ഐ വിഷ് ടു സീ ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ ആസ് ദ പ്രോബ്ലം ഗോസ് ഓൺ. ഈ പ്രോബ്ലം ഇതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ആഗ്രഹം എന്താണ്? പ്രോബ്ലത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ വശം, അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നതെന്ന്. അപ്പൊ പ്രോബ്ലത്തിന്റെ നിഗൂഢമായിട്ടുള്ള വശം കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോബഡി ലുക്സ് അറ്റ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ വെൻ ദേ ഗെറ്റ് ബെനഫിറ്റ്സ്. നോബഡി ലുക്സ് അറ്റ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ വെൻ ദേ ഗെറ്റ് ബെനഫിറ്റ്സ്. നേട്ടങ്ങൾ നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒന്നിന്റെയും മറഞ്ഞിരിക്കുന്ന വശങ്ങൾ അല്ലെങ്കിൽ നിഗൂഢമായ വശങ്ങൾ അന്വേഷിച്ച് പോവാറില്ല. നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒന്നിന്റെ ഡാർക്ക് സൈഡ് അന്വേഷിച്ച് പോകൂല. അത് എങ്ങനെ വന്നതെന്ന് നമ്മൾ അന്വേഷിക്കൂല, കിട്ടുന്നത് വാങ്ങിക്കും. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് മൂൺ ലൈറ്റിംഗ്.
മൂൺ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് നിലവിലൊരു ജോലിയുണ്ട്, പക്ഷെ ആരും അറിയാതെ നമ്മൾ രണ്ടാമത്തെ ഒരു ജോലി ചെയ്യാനായിട്ട് പോകും അല്ലെ. ചിലപ്പോൾ കാശുണ്ടാക്കാനൊക്കെ ആയിരിക്കും. അപ്പൊ നിലവിലൊരു ജോലിയുണ്ട്, ആരും അറിയാതെ നമ്മൾ വേറൊരു ജോലിയും കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂൺ ലൈറ്റിംഗ് എന്ന ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ സെന്റൻസുകൾ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ജോൺ ഈസ് എ ടീച്ചർ. ജോൺ ഒരു ടീച്ചറാണ്. ആൻഡ് ഹീസ് മൂൺ ലൈറ്റിംഗ് ആസ് എ ഡ്രൈവർ. ജോൺ ഈസ് എ ടീച്ചർ ആൻഡ് ഹീസ് മൂൺ ലൈറ്റിംഗ് ആസ് എ ഡ്രൈവർ. ജോൺ ഒരു ടീച്ചറാണ്, പക്ഷെ അയാൾ ഒരു സെക്കൻഡ് ജോബ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്? ആരും അറിയാതെ ഡ്രൈവർ ആയിട്ട് പോകുന്നു. ഇനി അടുത്ത ഒരു സെന്റൻസ് നോക്കാം. ഐ ആം ഫോഴ്സ്ഡ് ഫോർ മൂൺ ലൈറ്റിംഗ്. ഐ ആം ഫോഴ്സ്ഡ് ഫോർ മൂൺ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ രണ്ടാമതൊരു ജോലി കൂടി ചെയ്യാൻ നിർബന്ധിതയാകുന്നു. കാരണം എന്താ? ആസ് ഐ നീഡ് മണി ടു പേ ദ ഡെറ്റ്സ്. ആസ് ഐ നീഡ് മണി, എനിക്ക് പണം ആവശ്യമാണ്. എന്തിന്? ടു പേ ദ ഡെറ്റ്സ്, കടങ്ങൾ വീട്ടുന്നതിന് എനിക്ക് പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു ജോലി ചെയ്യുന്നത്, ജോലി ചെയ്യാൻ നിർബന്ധിതയാകുന്നത്. ഏറ്റവും അവസാനത്തെ എക്സ്പ്രഷൻ ആണ് ടു മൂൺ അറൗണ്ട്. ടു മൂൺ അറൗണ്ട്. ടു മൂൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം പാഴാക്കി കളയുക എന്നാണ് അതിനർത്ഥം. അപ്പൊ ടു മൂൺ അറൗണ്ട് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഹി സിറ്റ്സ് ഹിയർ ടു മൂൺ അറൗണ്ട് ആസ് ഹി ഹാസ് നത്തിങ് ടു ഡു. ഹി സിറ്റ്സ് ഹിയർ ടു മൂൺ അറൗണ്ട് ആസ് ഹി ഹാസ് നത്തിങ് ടു ഡു എന്ന് പറഞ്ഞാല് അവനൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവൻ വെറുതെ ഇരുന്ന് സമയം പാഴാക്കി കളയുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു മൂൺ അറൗണ്ട് ആസ് ഐ വിഷ് ടു ഗെറ്റ് എ ഫസ്റ്റ് റാങ്ക്. ഐ ഡോണ്ട് വാണ്ട് ടു മൂൺ അറൗണ്ട് ആസ് ഐ വിഷ് ടു ഗെറ്റ് എ ഫസ്റ്റ് റാങ്ക്. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് വെറുതെ പാഴാക്കി കളയാൻ സമയം. അപ്പൊ ഇന്ന് നമ്മൾ 3 ഇഡിയംസ് ആണ് പഠിച്ചത്. അപ്പൊ ഈ പഠിച്ച എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.